ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫയർസ് വണ്ണിലുള്ള ടോപ്പ് കെയുടെ സ്കാനർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ടോപ്പിൽ പി ജി എല്ലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പി ജി എല്ലിൻ്റെ മാർക്കറ്റ് ഡെപ്ത് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫയർസിൽ മാർക്കറ്റ് ഡെപ്ത് 50 കിട്ടുന്നതാണ്. അപ്പോൾ ടോപ്പ് 50 ഓർഡേഴ്സ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് പെൻഡിങ് ഉള്ള ആ ഒരു ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് കിടക്കുന്ന ഏരിയ ആയിരിക്കും ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ളത്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഡെപ്ത് 50ൽ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. അതും കൂടെ കാണാൻ സാധിക്കും. 596.25 ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ലെവൽസ് ചാർട്ടിൽ മാർക്ക് ചെയ്യണം. എന്നിട്ട് ആ ലെവൽസ് മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒരു ഡിമാൻഡ് സോണിലേക്ക് വരികയാണെങ്കിൽ നല്ലൊരു എൻട്രിയാണ്. നമുക്ക് ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. നമുക്ക് ആ ലെവൽ 596.25 മാർക്ക് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് ഓൾറെഡി ആ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ ബുള്ളിഷാണ്. അപ്പോൾ മാർക്കറ്റ് ഇനിയിപ്പോൾ ടാപ്പ് ചെയ്ത് തരണമുണ്ട് തിരിച്ച് ഒരു ഡിമാൻഡ് സോണിലേക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് നിയറസ്റ്റ് ഉള്ള ഡിമാൻഡ് സോൺ കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഒന്ന് ഹൈ എന്ന് മാർക്ക് ചെയ്യാം. ഈ ഒരു ഹൈ ബ്രേക്കൗട്ട് ചെയ്താലും ബുള്ളിഷ് വ്യൂ ആണ്. ഇത് നമുക്ക് ഡിമാൻഡ് സോണാണ് മാർക്ക് ചെയ്യേണ്ടത്. ഈ ഒരു ഏരിയയാണ് ഇപ്പോൾ ഡിമാൻഡ് സോണായി നിൽക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റ് ആ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത കാരണം കൊണ്ട് മാർക്കറ്റ് ഈ ഒരു ഡിമാൻഡ് സോണിൽ ടച്ച് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഡിമാൻഡ് സോണിൽ നമുക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാവുന്നതാണ് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഈ മാർക്കറ്റ് ഡിമാൻഡ് സോൺ ടച്ച് ചെയ്തിട്ടില്ല, നേരെ നമ്മുടെ ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിലും നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ താഴേക്ക് വരുന്നതിന് കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഡിമാൻഡ് സോൺ ടച്ച് ചെയ്ത് മാർക്കറ്റ് തിരിച്ചറിയാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മുടെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബുള്ളിഷ് വ്യൂ ആയിട്ടുണ്ട്. അതായത് ഡിമാൻഡ് സോണിൽ ടച്ച് ചെയ്യാണ്ട് ഡയറക്റ്റായിട്ട് നമ്മുടെ ഹൈ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ബൈ ചാൻസ് ആണ്. അപ്പോൾ നമ്മളിവിടെ ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അടുത്തത് എവിടെയാണ് നമ്മൾ ടാർഗറ്റ് വയ്ക്കാനാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ചാർട്ടിൽ പ്രീവിയസ് വന്നിരിക്കുന്ന സ്ട്രോങ് റെസിസ്റ്റൻസ് എവിടെയാണെന്ന് നോക്കണം. ആ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് പ്രീവിയസ് വന്നിരിക്കുന്ന റെസിസ്റ്റൻസ് നോക്കാം. അതുകൂടെ കാണാൻ സാധിക്കും നല്ല രീതിയിൽ റെസിസ്റ്റൻസ് ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട്. ആ ലെവൽസ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഈ ഒരു ഹൈയും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതാണ് ഇനി അടുത്ത സ്ട്രോങ് റെസിസ്റ്റൻസ് ആയി നിൽക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ആ ഒരു ലെവൽ ടച്ച് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ആ ഒരു ഏറ്റവും കൂടുതൽ വോളിയമുള്ള ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് താഴേക്ക് അടുത്ത ഡിമാൻഡ് സോണിൽ ടച്ച് ചെയ്തിട്ടാണ് തിരിച്ച് കയറാറ്. പക്ഷേ ഇവിടെ അതിന് മുമ്പ് തന്നെ നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ ഒരു സ്റ്റോക്സ് എന്ന ടോപ്പ് ഗെയിനർ നിൽക്കുകയാണ്. മാർക്കറ്റ് നല്ല പോസിറ്റീവാണ്. ഓക്കെ, നല്ല രീതിയിൽ വോളിയം ട്രേഡ് നടക്കുന്നുണ്ട് ബി ജെ എല്ലിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഇത് നമ്മൾ സ്റ്റോപ്പ് ലോസ് കിട്ടുകയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ടിന് താഴെയായിട്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. അതാണ് ഇപ്പോൾ നിയറസ്റ്റ് വന്നിട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ബൈ എടുക്കാം. ആ കാണുന്ന ലെവൽസിന് താഴെ നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണാം. ഇനി നമുക്ക് അതിൻ്റെ പെർഫോമൻസ് നോക്കാം.
അപ്പോൾ ഇത് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമുള്ള ചാർട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടം വരെ നമ്മൾ കണ്ടിരുന്നു. അതായത് നമ്മുടെ ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് നല്ല രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു മുകളിലേക്ക്. നമ്മൾ മാർക്ക് ചെയ്ത റെസിസ്റ്റൻസിൻ്റെ ഓൾമോസ്റ്റ് ക്ലോസ് വന്നു, അവിടുന്ന് താഴേക്ക് വന്നു. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ആ മാർക്ക് ചെയ്ത ഹൈ അത് വീണ്ടും സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് വീണ്ടും ആ ഒരു ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ടാർഗറ്റ് ലെവൽ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ താഴേക്കാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ സാധാരണ ഈ ഒരു ലെവൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറാവുന്നതാണ്. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ. വീണ്ടും ഉണ്ടോ എക്സാക്റ്റ് ആ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് വീണ്ടും തിരിച്ച് കയറാണ് ചെയ്തിരിക്കുന്നത്. കേട്ടോ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 596.25 ആ ഒരു ലെവലിൽ ടാപ്പ് ഏറ്റവും കൂടുതൽ ആ ഒരു ഓർഡേഴ്സ് ഉണ്ടായിരുന്ന ലെവൽ വീണ്ടും സ്ട്രോങ് സപ്പോർട്ടായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 5 hours 1 ഒരു സ്കാനർ ഉണ്ട്, ടോപ്പ് ഗെയിനർ ആൻഡ് ടോപ്പ് ലൂസേഴ്സ്. അപ്പോൾ അതിൽ ടോപ്പിൽ വരുന്ന സ്റ്റോക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ 5 hours തന്നെ മാർക്കറ്റ് ഡെപ്ത് 50 ഉണ്ടാവും, അത് നോക്കാം. ലിക്വിഡിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഓപ്പൺ ഓർഡേഴ്സിനെയാണ്. നമുക്ക് മാർക്കറ്റ് ഡെപ്തിലായിരിക്കും ഓപ്പൺ ഓർഡേഴ്സ് കാണാൻ സാധിക്കുക. അപ്പോൾ ജസ്റ്റ് നമുക്ക് സാധാരണയായിട്ട് ടോപ്പ് 5 ആണ് കാണാൻ സാധിക്കത്തുള്ളൂ മറ്റ് ട്രേഡിംഗ് ടെർമിനലിൽ. പക്ഷേ 5 hours 50 വരെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഏത് വോളി നടക്കുന്ന ഏരിയ നമുക്കറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പെൻഡിങ് ഓർഡർ ഉള്ള റേഞ്ച് നമുക്കറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ലെവൽസ് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്യുക ആ ഒരു ലെവലിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ടോയെന്ന്, അതായത് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോയെന്ന്. ആ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് തൊട്ട് താഴെയുള്ള ഡിമാൻഡ് സോൺ ഏതാണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്കത് ടാപ്പ് ചെയ്തു, ഇവിടെ ടാപ്പ് ചെയ്തു. സാധാരണയായിട്ട് ആ ഒരു ഡിമാൻഡ് സോണിൽ വന്നിട്ടാണ് തിരിച്ച് കയറാറ്. അപ്പോൾ ഒരുപാട് പേര് ആ ഒരു ബ്രേക്ക് ഔട്ടിൽ ബൈയിട്ട് വെച്ചിട്ടുണ്ടാവും, ഓരോ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ വേണ്ടി താഴേക്ക് വരാറുണ്ട്. പക്ഷേ ഇന്ന് ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ വന്നില്ല, നേരെ തിരിച്ച് ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കയറി പോവുകയാണ് ചെയ്തിരുന്നത്. കാരണം ഈ ഒരു സ്റ്റോക്സ് നല്ലൊരു പോസിറ്റീവായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ലിക്വിഡിറ്റി കൺസെപ്റ്റിനെ പറ്റി ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോസിൽ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ നമുക്കിത് 5 hours നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ 5 hours ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് 5 hours ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ എൻ്റെ ലിങ്ക് വഴിയാണ് 5 hours അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഞാൻ എൻ്റെ പ്രൈവറ്റ് ടെലിഗ്രാം ചാനൽ നിങ്ങൾ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.